അച്ഛനെ മകനെ സിനിമയെ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യമൊന്നുമില്ലായിരുന്നു? താല്പര്യമില്ലായകയല്ല, എൻ്റെ പേര് പറഞ്ഞ് ചാൻസ് ചോദിച്ചു പോകരുത്, ചോദിക്കരുത്. അതേ പറഞ്ഞിട്ടുണ്ട്. അത് നിന്റെ ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് വെച്ചാൽ അഭിനയിച്ചോളൂ, അഭിനയിക്കുന്നത് ഇഷ്ടം. പക്ഷേ ഞാൻ ശ്രീധരൻ നായരുടെ മോനാണ്, അതിൻ്റെ പേര് എനിക്കൊരു ചാൻസ് തരൂ എന്ന് ചോദിച്ചു പോകരുത്. ഭഗവാൻ സാധിച്ചു ഒരിക്കലും ശുപാർശ ചെയ്തിട്ടില്ല. ഈ പറയുന്ന നസീർ അടക്കം സകലരെ പരിചയമുണ്ടെങ്കിലും എല്ലാ സംവിധായകരും ഉണ്ടെങ്കിലും ആരോടും പറയത്തില്ല. എങ്ങനെ പിന്നെ ഈ ബാലതാരമായിട്ട് എത്തപ്പെട്ടത്? ഈ വീട്ടിൽ വന്ന പരിചയത്തിന് വിളിച്ചാണോ? അല്ലല്ല, ഞാൻ വിടരുന്ന മുട്ടുകൾ എന്ന് പറഞ്ഞ പടത്തിലാണ് 1975 ആദ്യം ഞാൻ അഭിനയിക്കുന്നത്. എത്ര വയസ്സുണ്ടോ? അന്ന് ഒരു 7ാം ക്ലാസ്സിൽ. അതെങ്ങനെ ഉണ്ടായി? അത് സ്കൂളിൽ ഒരേ സംഭവം തന്നെ, അച്ഛൻ മോന് അമ്മ, മോണാക്ട് ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ പെർഫോം ചെയ്യണം. അപ്പം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത്. അന്ന് ഫിലിം സൊസൈറ്റി സ്ഥാനമുള്ള സമയം. അതെ, അത് മത്സാറൊക്കെ ആയിരുന്നു അതിന്റെ. അപ്പം സാറായിരുന്നു ഇതിന്റെ ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നത്. സാറും മെർലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിരുന്നു അതിന്റെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ വെച്ച് പഠിപ്പിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും ഒരു 100-150 പിള്ളേർ കൂടുതലുണ്ട്. എല്ലാവരും നിന്ന് പെർഫോം ചെയ്യും. ജോസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ളൊരു പയ്യനാണ് ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് പ്രൈസ്. മെർലാൻഡ് ഒരു സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, കുട്ടികളെ വെച്ചിട്ടൊരു ചിത്രം എടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ വിടരുന്ന മുട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറ അഭിനയിക്കുന്നു. ചോദിക്കുന്നത് സുബ്രഹ്മണ്യം മുതലാളിയാണ്? അല്ല, അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നു ഇതിനകത്തുള്ള കുട്ടികളെ വെച്ചിട്ട്. അതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് ആരൊക്കെയാണ്, എവിടേക്കാണ് അഡ്രസ്സ് മറ്റേ വരച്ച് ചോദിച്ചപ്പോൾ ഇത് ശ്രീധരൻ നായരുടെ മകനാണ്. ശ്രീധര ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അച്ഛൻ പറഞ്ഞു അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനിടയ്ക്ക് ചുമ്മാ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ സ്വഭാവമൊക്കെ മാറിയിട്ട് ചിലപ്പം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പഠിത്തവും കാണത്തില്ല, അതും കാണത്തില്ല, ഇതും കാണത്തില്ല. പിന്നെ മധുസാർ വിളിച്ചു. പ്രധാനമായിട്ടും പോകാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ ജോഷി സാറായിരുന്നു. അപ്പം ഈ പിള്ളേരുടെ സിനിമ അന്ന് ഫിയറ്റ് കാറിൽ വരുന്ന അസോസിയേറ്റ് ഡയറക്ടർ ജോഷിയേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ജോഷി നീ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ജോഷി സാറിൻ്റെ കാരണത്തായിരുന്നു ഞാൻ പോവുകയും ജോഷി സാറിൻ്റെ മുറിയിലായിരുന്നു അന്ന് മുതൽ ഞാൻ കിടക്കുകയും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ബാലതാരമായപ്പോഴേ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്.